കളിക്കും എനിക്കറിയില്ല, ചെസ്സ് കളിക്കാൻ ഓൾറെഡി എനിക്കറിയില്ല. അപ്പോൾ മറ്റവൻ അവനെ എടുത്ത് ഇങ്ങോട്ട് പിന്നെ കളിക്കും ചിരിക്കും. വലിയതായിട്ട് ചിന്തിക്കാതെ തലയിലെ ഇത് പോയിരിക്കുന്ന റിലേ പോയിരിക്കുന്നവരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഗോസ്റ്റ്. ഹലോ ഗേസ്, ഐ എം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു ദ അൺബോക്സിംഗ് ഷോ. ഞാൻ കിട്ടിലും വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് കിട്ടിലായിട്ടുള്ള കുറച്ച് ഫണ്ണി ആപ്ലിക്കേഷനായിട്ടുള്ള വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ ഇടിച്ച് പിടിച്ചണം. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ പസിൽസ് 100 ഡോട്ട്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ വരിക. അപ്പോൾ ഇതൊരു IQ ലെവൽ ബേസ് കളിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പസിൽസ് 100 ഡോട്ട്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും. നമ്മൾ ഇച്ചിരി ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ്. അല്ല ചുമ്മാ അതിങ്ങനെ ഇത് ചിന്തിക്കാതെ ആലോചിക്കാതെ കയറി കളിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളിച്ചിരി ചിന്തിച്ച് തന്നെ കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം പറയുന്നത് ഒരു 110 ഡോട്ട്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ലെവൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 20-22 സംതിങ് ലെവൽസ് നമുക്ക് എളുപ്പം കളിച്ച് പോകാൻ പറ്റും. പിന്നെ അതിനപ്പുറമുള്ള ലെവൽസൊക്കെ പാടായിരിക്കും. നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യാൻ അവർ തന്നെ കുറച്ച് കാണിച്ചു തരും, സ്റ്റിലത്തെ കുറച്ച് ഗെയിം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. എളുപ്പമായിരിക്കും ആദ്യത്തെ ഡോർ കൊടുക്കാൻ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഡോർ വരുമ്പോഴായിരിക്കും പിന്നെ ഇച്ചിരി അപ്ഡേറ്റ് ചെയ്ത് അവർ ഇതാക്കി കൊടുക്കും. അവർ ആദ്യത്തെ എല്ലാ സ്റ്റെപ്പും നമുക്ക് കാണിച്ചു തരും. ഈ 100 ഡോറും എസ്കേപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഒരു ചലഞ്ചായിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഇപ്പോൾ 100 ഡോറും എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് നമ്മൾ. ഇത് ടാപ്പ് ചെയ്ത ശേഷം നമ്മളിവിടെ പിടിപ്പിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ കഴിച്ച് താന്താൽ മതി, ഡോർ തുറക്കും. അങ്ങനെയാണ് ആ ഓരോ ഇതിൻ്റെ. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് കുറച്ച് സിമ്പിളായിട്ട് തരുന്ന ലെവൽ പിന്നീടാണ് പാട്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കൊണ്ട് വേണ്ടവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫസ്റ്റിലത്തേക്ക് കുറേ ഡോർസ് എളുപ്പമായിരിക്കും, പിന്നത്തെ ഡോറായിരിക്കും പാട് വരുന്നത്. പിന്നെ നമുക്ക് അത്ര സിമ്പിളായിട്ട് തോന്നില്ല. അപ്പം ഞാനൊരു ഇച്ചിരി പാടായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇച്ചിരി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഡോർ തുറക്കാൻ ഒരു ഇതും വെച്ചിട്ടില്ല. നമുക്കപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുക്കുക. ഇതൊരെണ്ണം ഉണ്ട്, അതവിടെ മൂലയ്ക്ക് ഇരിക്കുന്ന കണ്ടു, അത് നമ്മൾ എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഈ കല്ലൊന്ന് മാറ്റാം. നമ്മൾ ഈ സാധനം കളക്ട് ചെയ്തു. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് ഒന്നാക്കി കഴിഞ്ഞാൽ ഇതൊരു ഇതാവും. പിന്നെ ഈ സാധനം ഒന്നാക്കണം. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് നമ്മൾ ഇതെങ്ങനെ തുറക്കും. ഞാനിപ്പം ഇതെടുത്തു, പക്ഷേ ഇതിവിടെ ടാപ്പ് ചെയ്ത് തുറക്കുന്നില്ല. ഇവിടെ ടാപ്പ് ചെയ്ത് ഒന്നും തുറക്കുന്നില്ല. ഇത് തുറക്കണമെങ്കിൽ ഇച്ചിരി ഇതുണ്ട്, നമ്മൾ ഈ തെങ്ങിനകത്ത് ഒരു വെട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒടുങ്ങി താഴെ വീഴുമ്പം ഡോർ നമുക്ക് തുറന്നു വരും. അതാണ് ഇതിൻ്റെ. അപ്പം ഇച്ചിരി നമുക്ക് പിന്നെയുള്ള ലെവൽ പാടായി പോകും. അതിനു വേണ്ടി ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോകാം. ഗൈസ്, അടുത്ത ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ Unpin എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതൊരു ഇച്ചിരി നമ്മൾ ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഒരു മെമ്മറി ഗെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ IQ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗെയിം എന്ന് തന്നെ ഇവിടെ. ജസ്റ്റ് ഇത് ആദ്യമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തരുന്നെങ്കിൽ പോലും പിന്നീട് നമ്മൾ കളിക്കുമ്പോൾ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ചിന്തിച്ച് കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിവിടെ ഇച്ചിരി പാളിപ്പോവും. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഫസ്റ്റ് ഇത് തുറക്കണം, ഇത് തുറക്കണം. അങ്ങനെയൊക്കെ ആദ്യത്തൊക്കെ നമ്മൾ കുറച്ച് സിമ്പിളായിരിക്കും. നമുക്ക് ആ കളർ ബോളിനെ എടുത്ത് താഴോട്ടാക്കാനൊക്കെ സിമ്പിളായിരിക്കും. പിന്നീട് വരുന്നതായിരിക്കും പാട് വരുന്നത്. ഇപ്പോൾ ഏത് തുറന്നാൽ ഇതിപ്പോൾ ആദ്യത്തെ അവർ കുറേ സ്റ്റെപ്പ് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇത് തുറന്നാലോ അതുവഴി അങ്ങ് പോയനെ. ആദ്യം അവർ കുറച്ച് സ്റ്റെപ്പ് കാണിച്ചു തരുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിരിക്കും. പിന്നെ ഈ ലെവൽ ഇച്ചിരി പാടായി പോകും. നമ്മൾ ആദ്യം കളിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. പിന്നെ ഇത് ഭയങ്കര നല്ലൊരു പാടായിരിക്കും. ഇപ്പോൾ ബോംബ് കണ്ടോ, ബോംബിനെ തുറന്ന് നമ്മൾ ഇങ്ങോട്ട് വിടരുത്. അവിടെ അത്രയും ബോളും പോയി കണ്ടോ. ആ ബോംബിനെ തുറന്നിടരുത്. അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ കളിക്കരുത്, ചിന്തിച്ച് കളിക്കണം. പെട്ടെന്ന് ഈ ഒരു ബോംബും കൂടെ നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ ഇതായി പോവും, അല്ലെങ്കിൽ നമ്മൾ ജയിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ കളിച്ചാലേ നമുക്ക് ജയിക്കത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ പോകാം. അപ്പോൾ ഇത് ഇച്ചിരി ചിന്തിച്ച് കളിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ടോ ഓരോ ലെവൽ കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി പാടായിട്ട് വരും. ഇത് എങ്ങനെ കളിക്കണമെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഇത് വരും. ഇച്ചിരി ആദ്യമൊക്കെ ഇത്ര സിമ്പിളായിട്ട് വന്നിട്ട് പിന്നീട് നമുക്ക് പാടായിട്ട് വരും. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. നമുക്ക് അടുത്ത ആപ്ലിക്കേഷനോട്ട് പോകാം.
അപ്പോൾ ഗൈസ് അടുത്ത ഗെയിം എന്ന് വെച്ചാൽ റിയൽ ചെസ് എന്നാണ് ഈ ഗെയിമിൻ്റെ ഒരു ഇത് നമ്മൾ ഇച്ചിരി ഐക്യു ഒക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളത് കളിച്ച് നോക്കുക, നിങ്ങളുടെ സ്വന്തം ഐക്യു നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യുക. അപ്പം ഇതൊരു ഫണ്ണായിട്ട് നമുക്ക് കളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇച്ചിരി ചിന്തിച്ച് കളിക്കുന്നതിന് എനിക്ക് പേഴ്സണലി ചെസ് കളിക്കാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് തന്നെ മതി, ഇപ്പം മറ്റേ ഭാഷ നമുക്ക് അറിയത്തില്ല, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചെസ് ബോർഡ് വേണം, ഏത് ചെസ് വേണം എന്നൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് നെക്സ്റ്റ് അടിച്ചു വിടുവാണ്. അപ്പോൾ നമുക്ക് ചെസ് നമുക്ക് ഫസ്റ്റ് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞേക്കാം ഒരു കാര്യം പറയും, എനിക്കറിയില്ല ചെസ് കളിക്കാൻ, ഓൾറെഡി എനിക്കറിയില്ല. അപ്പോൾ മറ്റവൻ അവനെ എടുത്ത് ഇങ്ങോട്ട് വെച്ച്, ഓ മൈ ഗോഡ്, ഇതെന്ത് കട ഇത്, നമ്മൾ അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോൾ ഇങ്ങോട്ട് ഇറക്കിച്ചു. നമുക്ക് അടുത്ത നോക്കാം. ഓ മൈ ഗോഡ്, കുതിരയൊക്കെ ഇറക്കി അവന്മാർ പൊളിക്കുവാണല്ലോ. കുതിര ഇളക്കി പൊളിക്കുവാണല്ലോ അവന്മാർ കൊണ്ടു. അയ്യോ രാജാവിൻ്റെ വിഷയം, അയ്യോ രാജാവ് പോയി. എന്തിനും രാജാവിന് കവർ കൊടുക്കാം. ബെസ്റ്റ്. നമുക്ക് രാജാവിന് സേഫ് ഇല്ലെങ്കിൽ നമുക്ക് ഇറക്കി കളിക്കാൻ പറ്റത്തില്ല. ചെക്ക് വെച്ചേക്ക് വന്നത്, ഇത് ആർക്കും അനങ്ങാൻ പറ്റത്തില്ല. ഇച്ചിരി ചിന്തിച്ച് കളിക്കാം. മൈ ഗോഡ് ഗൈസ്, നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോയി. പിന്നെ ഇത് തന്നെ കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇത് തന്നെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് എനിക്ക് കളി അറിയത്തില്ലാണ്ട് എൻ്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, അവരുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ എനിക്കങ്ങനെ ചെസ് ഞാൻ പണ്ട് കളിച്ച ഇതുള്ളൂ, ഇപ്പോൾ എനിക്ക് അത്ര പിടുത്തമൊന്നുമില്ല ചെസ് കളിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് ആപ്ലിക്കേഷനിലോട്ട് പോകും. അപ്പോൾ ഗൈസ് അടുത്ത ഗെയിം എന്ന് വെച്ചാൽ ഗോസ്ട്രൈഡ് 3D എന്നാണ് ഗെയിം. അപ്പോൾ ഇതൊരു ഹൊററായിട്ട് തോന്നുന്നത്, ഒരു ഗോസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഗോസ്ട്രൈഡ് സിനിമ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം ഗോസ്ട്രൈഡിൻ്റെ സിനിമയുടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ കൂട്ടുള്ളൊരു ഗെയിമാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതാണ് ഗെയിം, ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഗെയിം കളിക്കുന്നൊന്നുമില്ല, ചെസ്സ് കളിച്ചോലും ഇപ്പോൾ കളിച്ചിരിക്കുന്നൊന്നുമില്ല. ചെസ്സ് കളിക്കുന്ന നമുക്കിപ്പോൾ പിടുത്തമൊന്നുമില്ല. ചെസ്സിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുള്ളൂ. അപ്പോൾ വേണ്ടവർ അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കും. അപ്പോൾ ഗോസ്ട്രൈഡ് എന്ന് പറഞ്ഞൊരു ഗെയിം ഇതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ പ്ലേ ഉണ്ട്, നമുക്കല്ല സ്റ്റോറി പോലെ കളിക്കാം. ഇപ്പോൾ നമുക്ക് ബൈക്ക് കണ്ടോ, നമ്മുടെ ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ടോ, നമുക്ക് കുറേ അധികം ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് പോകാം, നമുക്ക് ഗെയിം ഒന്ന് കളിച്ച് പോകാം. ജസ്റ്റ് കളിക്കുന്നുള്ളൂ, അല്ലാതെ ഞാൻ ഇതായിട്ട് കളിച്ച് കാണിക്കുന്നില്ല, ജസ്റ്റ് മാത്രം. ഇതാണ് നമ്മൾ തലയിൽ തീയൊന്നുമില്ലല്ലോ, ഇതാണ് തലയിൽ തീയൊന്നുമില്ല. സാധാരണ ഗോസ്ട്രൈഡിനകത്ത് ദേഹത്തും തലയിലും ഒക്കെ തീയുണ്ട്. ഇതെന്തോ എല്ലും അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. അസ്ഥികൂടത്തിൻ്റെ ഒരു ആസിലേറ്റർ നിന്നിട്ടുണ്ട്. വണ്ടിക്കൊരു സൗണ്ടൊന്നും ഇല്ലല്ലോ, എന്തോ തീയൊന്നുമില്ലാത്ത ഗോസ്ട്രൈഡ് ആദ്യമായിട്ട് കാണാം. വലിയ ഇതായിട്ടൊന്നുമില്ല, നമ്മൾ ആദ്യത്തേക്ക് ലെവല് ഫുള്ളായിരിക്കും, പിന്നീട് കളിക്കാൻ വേണ്ടി ചിരിക്കും. പിന്നീട് കളിക്കുമ്പോഴാണ് ഇച്ചിരി ഇത് വരുന്നത്, നമ്മൾ ജയിക്കാനൊക്കെ പാടുവരും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ലാസ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് പോകാം. ഗൈസ് അടുത്ത ആപ്ലിക്കേഷൻ ഇച്ചിരി ഫണ്ണായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, നമ്മൾ ഇച്ചിരി മേടിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരു ഫണ്ണി ആപ്ലിക്കേഷനാണ്, ഗോസ്റ്റ് ഡിറ്റക്ടർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്കൊരു ഗോസ്റ്റ് എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഗോസ്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് ഗോസ്റ്റ് ഡിറ്റക്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഒരു ഇൻ്റർഫേസ്, ഏകദേശം ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രൈ ഇറ്റ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ട്രൈ ഇറ്റ് നൗവിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വേണ്ട ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അലോ ചെയ്യാം. അലോ മീ ടു ദ ടേക്ക് വിത്ത് ദ ഗോസ്റ്റ്, യൂസ് ലോ ദ ഫ്രീക്വൻസി വേവ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ഇനേബിൾ ചെയ്യാം. പിന്നെ ട്രൈ ഇറ്റ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് കണ്ടോ ഗോസ്റ്റ് ഒരു ക്യാമറ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ റേഡിയസ് കൂടും, നമ്മുടെ ഫോണിൻ്റെ വൈബ്രേഷനൊക്കെ നമുക്കൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്.
അങ്ങോട്ട് ഗോസ്റ്റ് ഉണ്ട്. അപ്പം ഇത് ഉടായിപ്പോൾ നമുക്ക് ആരെങ്കിലും പെറ്റിക്കുക. ഇപ്പം ആ വലിയതായിട്ട് ചിന്തിക്കാതെ തലയിൽ ഇത് പോയിരിക്കുന്ന റിലേ പോയിരിക്കുന്നവരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു ഗോസ്റ്റിനെ കണ്ടു. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന യു വി ദ ഫൗണ്ട് ഗോസ്റ്റ് നമ്പർ 2, ഡു യു വാണ്ട് ടു ചാറ്റ് ദിസ് ഗോസ്റ്റ് എന്നവർ ചോദിക്കുന്നുണ്ട്. നമുക്കൊന്നൊരു ചാറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും നടക്കുമെന്ന്. ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ് വേണം. നെറ്റ് ഉണ്ടല്ലേ, നമുക്ക് നെറ്റ് ഓൺ ആക്കിയാലേ ഇതിനകത്ത് ചാറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഗോസ്റ്റ് ഇവിടെ കാണാം, ഉണ്ടോ നോക്കാം. അടുത്ത ഗോസ്റ്റ് നമുക്ക് ഉണ്ടോ നോക്കാം, ഇവിടെ ഉണ്ടോ നോക്കാം. ഇപ്പോൾ വൈബ്രേഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റേഡിയേഷൻ മേലോട്ട് കാണാം, അപ്പോൾ ഒരു ഇച്ചിരി സൗണ്ട് പി പി ടി 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 എന്നുള്ള മുകളിലൊക്കെ നമുക്ക് ഇച്ചിരി കൂടുന്നതാണ്. അവിടെ ഒരു വെട്ടമൊക്കെ വല്ലാതാക്കുന്നുണ്ട്. എന്നിട്ടൊരു ഗോസ്റ്റിനെ കാണിച്ചു തരും. എന്തോ പിച്ചാത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ കാണിച്ചു തരും. പിന്നീട് നിങ്ങൾ ഗോസ്റ്റിൻ്റെ ഇത് കാണിച്ചിട്ട് നിങ്ങളോട് പറയും ഗോസ്റ്റിനോട് ചാറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഫണ്ണായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടെ കയറി ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ടെക്നോളജിയായ വീഡിയോ വരുന്നവരെ ബൈ സിസ്റ്റർ. അപ്പം പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.